അനുഗ്രഹിക്കപ്പെട്ട ചില സഭകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ആ സഭകളിൽ ചില പ്രശ്നങ്ങൾ വരുന്നത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ കാരണങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ചില കാരണങ്ങൾ, ആ സഭയിൽ ഏതെങ്കിലും പ്രായമുള്ള ആളുകൾ വിദേശത്തോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനത്തിരുന്ന് മറ്റുള്ള പലരെയും നിയന്ത്രിച്ച് അങ്ങനെ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ വളർന്നു വന്നവർ, അവർ പെൻഷനാകുമ്പോൾ അവർ സഭയിൽ വരുന്നു, നിരന്തരം അതിൽ പങ്കാളികളാകുന്നു. അവർക്കിനി ചെയ്യുവാൻ മറ്റു ജോലികളൊന്നുമില്ല. അവർ നേരത്തെ ചെയ്തിരുന്ന ആ തൊഴിലിൻ്റെ ഒരു സ്വാധീനം അവരുടെ ഉള്ളിൽ കിടപ്പുണ്ട്. മറ്റുള്ളവരെ നിയന്ത്രിക്കുക, മറ്റുള്ളവരെ ഭരിക്കുക, അങ്ങനെ ഒരു സ്വഭാവം അവരുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അവർ സഭകളിൽ വരുമ്പോൾ വേറെ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ പതുക്കെ സുവിശേഷ വേലയ്ക്ക് പ്രയോജനപ്പെടാമെന്ന് വിചാരിച്ച് സുവിശേഷ വേലയുടെ ഭാഗമാകാൻ ശ്രമിച്ച് അവർ ഓരോരുത്തരെ സഭയിൽ നിയന്ത്രിക്കാൻ തുടങ്ങും. അപ്പോൾ മുതൽ ആ സഭയുടെ സമാധാനം കെടാൻ തുടങ്ങും. ഇതുവരെ ഒരു കുഴപ്പവുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന പല സഭകളും ഇങ്ങനെയുള്ള ചില ആളുകൾ വന്ന് നിയന്ത്രണം കൊണ്ടുവരികയും പതുക്കെ പതുക്കെ അവിടെ പ്രശ്നങ്ങൾ തലമുക്കുകയും ചെയ്യും. അതിന്റെ കാരണം ചില ആളുകൾ എവിടൊക്കെയോ അനുഭവിച്ചിരുന്ന ആ ഒരു അധികാരത്തിന്റെ സന്തോഷം കെട്ടുപോകാതിരിക്കേണ്ടതിന് അവർ സഭയിലും അത് കാണിക്കാൻ തുടങ്ങുമ്പോൾ മുതലാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അതിന്റെ അർത്ഥം പ്രായമുള്ള എല്ലാവരും, ഒരു അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന എല്ലാവരും അങ്ങനെയാണെന്നല്ല. വളരെ ചെറുപ്പത്തിലെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ച ഒരുപാട് ദൈവദാസന്മാരുണ്ട്. എന്നാൽ ഒരായുസ് മുഴുവനും ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി ലാസ്റ്റിൽ അവിടുന്ന് പിരിഞ്ഞ് നാട്ടിൽ വന്നു കഴിയുമ്പോൾ ഒരു സ്ഥാനമെന്ന് ആഗ്രഹിച്ച ഒരു സഭയിൽ കൂടിപ്പറ്റി കാലങ്ങളായി ദൈവവേല ചെയ്യുന്ന ഒരുപാട് ദൈവദാസന്മാരെ വേദനിപ്പിക്കുന്ന അനേകരുള്ള ഈ കാലയളവിൽ സഭയ്ക്ക് പ്രയോജനപ്പെടുവാൻ, സഭയ്ക്ക് നിങ്ങളൊരു അനുഗ്രഹമാകുവാൻ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകും.